ചക്കയുടെ വലുപ്പമുള്ള ആനയുടെ മുഖമുള്ള മാങ്ങ. അതെ, പിന്നെ ഓസ്ട്രേലിയൻ മാങ്ങ. അങ്ങനെ നമ്മുടെ നാട്ടിൽ പോയാൽ കണ്ടിട്ടില്ലാത്ത നിരവധി ഐറ്റംസാണ് കണ്ടിട്ടിരിക്കുന്നത്. ഇതൊരു നല്ല മാങ്ങയാണ്, ടോമക്കിൻ. ഇവിടെ നന്നായിട്ട് ഇവിടെ പിന്നെ പിടിച്ച മാങ്ങയാണ്. ഇല്ല, ഇതുപോലെ തന്നെ എല്ലാ തൈകളും ഇങ്ങനെ തന്നെ ഉള്ള തൈകളാണ് ഇവിടെ ഉള്ളത്. അച്ചാറ്, വെള്ള അച്ചാറും അതിന്റെ സ്ക്വാഷ്. സ്ത്രീകള് ശരിക്കും പറഞ്ഞാൽ കഴിക്കണം, ഇത് ഒരു വെളിച്ചെണ്ണ കഴിക്കണം. ഇവിടുത്തെ ലേബർ കമ്മീഷന്റെ ഒരു മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. പുതിയ ഒരുപാട് വെറൈറ്റി. നമുക്ക് മാങ്ങയാണോ അത് എന്നറിയാൻ. ഇത് കണ്ടില്ലേ, ഈ മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ, ഇത് ഇവിടെയും കായ്ച്ചു, പാലക്കാട് ഇതേപോലെ ചക്കയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട്, വലിയ മരത്തിലൂടെ. നമസ്കാരം മാഡം. നമ്മളിവിടെ ഒരു മാംഗോ ഫെസ്റ്റ് നടക്കുന്നു അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി മാമ്പഴം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മാമ്പഴം കാണാൻ പറ്റി. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ബ്ലേസി ജോർജ്. ഞങ്ങളുടെ പാലക്കാട് ഫാമിലിയാണ് ഈ മാങ്ങ. പാലക്കാടത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ ഫാമിലി ഉണ്ട്. അപ്പൊ അതായത് ഈ ഇവിടെ നിൽക്കുന്ന, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് പിടിച്ച മാങ്ങകൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഇരിപ്പുണ്ട്. പാലക്കാടാണ് നമ്മള് ഫാം ഉള്ളത്, വലിയ ഫാം ഉള്ളത്. മാംഗോ ഫാം കൊല്ലം ജില്ലയിലാണ് നമ്മൾ ഫെസ്റ്റ് നടക്കുന്നത്. ഇത് ഫെസ്റ്റ് നടക്കുന്നത് കൊല്ലം ജില്ലയില് നീണ്ടകര ദിളവാപുരം. ഇത് എന്ന് വരെ ഉണ്ടാവും ഈ ഫെസ്റ്റ്? 22-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ആയിരുന്നു. 2 ദിവസം കൂടെ 30-ാം തീയതി വരെ നീട്ടും. മാങ്ങ ഉണ്ടെങ്കിൽ തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. പിന്നെ നീട്ടണമെന്നുള്ള 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് മാങ്ങ ഉണ്ടെങ്കിൽ നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഇത്രയും ഇപ്പൊ ഏകദേശം 95 വെറൈറ്റി. 95 വെറൈറ്റി. 98ഓളം ആയിട്ടുണ്ട് നാട്ടുമാങ്ങ ഉൾപ്പെടെ ഇപ്പം നമ്മൾ വെച്ചത്. ഇതിപ്പം നമ്മള് വിൽപ്പനയ്ക്കായിട്ടിരിക്കുന്ന ഹിമാപസന്ത്, അൽഫോൺസോ, സിന്ദൂരം, ബങ്ങനാപ്പള്ളി, കാലാപ്പാടി, നടിച്ചോല, കുറ്റ്യാട്ടൂർ മാങ്ങ, പിന്നെ മൽഗോവ, പിന്നെ കുറ്റ്യാട്ടൂർ സ്പെഷ്യൽ ഒരു മാങ്ങയുണ്ട്, പിന്നെ പഞ്ചവർണ്ണം ഉണ്ട്, പ്രിയൂരുണ്ട്. എല്ലാവിധമായ മാങ്ങകളും ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ ഫെസ്റ്റിന് വരാതെ ഇപ്പൊ ഓൺലൈനായിട്ട് ഇത് കാണുന്നില്ലേ, അവർക്ക് നമുക്ക് ഡെലിവറി? ഞങ്ങള് അത് നല്ല റഷ് ഉണ്ട് അവിടെ. പിന്നെ ഒരുപാട് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം മാങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഇനി അത് എന്റർടൈൻ ചെയ്യത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ ഈ വിളവ് ഒരു പ്രധാനമാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഒരു ലോഡ് നമ്മൾ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം ഇനി മാങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ അയക്കാം. പ്രോമിസ് ചെയ്യുന്നില്ല, ഇനി മാങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് അയക്കാൻ പറ്റും. നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് മാങ്ങകളൊന്ന് പരിചയപ്പെടുത്തരാം. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക്. ഇതൊരു നല്ല മാങ്ങയാണ്, ടോമക്കിൻ. ഇവിടെ നന്നായിട്ട് ഇവിടെ പിന്നെ പിടിച്ച മാങ്ങയാണ്. അതായത് നമ്മുടെ നാട്ടിൽ പിടിച്ച മാങ്ങയാണ്. ഇവിടെ സെയിലിനുണ്ടായിരുന്നു ഈ മാങ്ങ, തോട്ടത്തിലെ തന്നെ മാങ്ങയാണ്. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ ഈ പ്രാവശ്യം നമ്മള് ഇന്നലെ തീർന്നതേ ഉള്ളൂ ഈ മാങ്ങ. പക്ഷെ ഇനിയും മാങ്ങ ഇന്ന് വന്നതിനകത്ത് കുറച്ച് മാങ്ങയുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മാങ്ങയാണ്. നമ്മുടെ ഒരു ചെറിയ കർപ്പൂരത്തിന്റെ ഒരു ഫ്ലേവർ വരും. അത് ശരിക്കും നമ്മുടെ ഈ പുറത്തുള്ള മാങ്ങകളെല്ലാം നമ്മുടെ കർപ്പൂരത്തിന്റെ ഒരു ഫ്ലേവർ വരുന്നത്. 2-3 മാങ്ങയ്ക്ക് ഒരേ ഫ്ലേവർ വരുന്നുണ്ട്, പക്ഷെ കാഴ്ചക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മുടെ ഇവിടെ പിടിച്ചതാണ്. നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഒരു മനോരമയൊക്കെ വന്നപ്പോ നമ്മൾ പറിച്ചതാണ്. ഇവിടെ തന്നെ പറിച്ചു. അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, വാങ്ങാൻ ഇപ്പൊ ഉണ്ട്. ഇത് ആർത്തുവിറ്റു, ജംബോ റെഡ് എന്ന് പറയും. ഇത് നന്നായിട്ട് പിടിക്കും, നമ്മുടെ എല്ലാ ക്ലൈമറ്റിലും പിടിക്കും. ഇവിടെയും പിടിച്ച്, പാലക്കാടും പിടിച്ച്. ഇപ്പൊ ഇന്ന് വണ്ടി വന്നപ്പോ കൊണ്ടുവന്ന 2 മാങ്ങ ഇന്നലെ ഇവിടുന്ന് പറിച്ചതാ, ഇത് 2. പിന്നെ ഇത് ഇവിടെ പിടിച്ചതാണ്. അത് ഇത് ഗോലാക്ക്. ഇത് നല്ലതാണ്, നല്ല മധുരമുണ്ട്. പിന്നെ അത് ആ മാങ്ങ ഇപ്പൊ പറിച്ചതാ, ഇന്നലെ പറിച്ചതാ ഇവിടെ. റെഡ് ഐവറി. ഇത് നല്ലതാണ്. ഇവിടെ ഉണ്ട്, ഇപ്പോഴും നിപ്പുണ്ട്. പിന്നെ ഇത് ഇവിടെ പിടിച്ചതാണ് ബനാന മാങ്കോ. അത് നമ്മുടെ ഫെസ്റ്റ് വന്നപ്പോഴത്തേന് ബനാന മാങ്കോ ബനാന യെല്ലോ ഇത് ഇവിടെ പിടിച്ചതാണ്. നമുക്ക് പഴുത്തു പോയതേ ഉള്ളു. നല്ല മധുരമുള്ള മാങ്ങയാണ്, നല്ല ഫ്ലേവറാണ്. ഇവിടെ നല്ലോണം കായ്ക്കും. നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് കായ്ക്കുന്ന മാങ്ങകളാണ് ഇതെല്ലാം പറയുന്നത്. നാടൻ മാങ്ങ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം പറയുന്നത് എല്ലാം ഇവിടെ തന്നെ പിടിച്ച മാങ്ങകളാണ്. ഇതെല്ലാം ഇവിടെ നിപ്പുണ്ട്, ഇതെല്ലാം ഇവിടെ നിപ്പുണ്ട്.
ഇത് ഇവിടെ പിടിച്ചതാണ്, ഇത് അപ്പുറത്ത് നിപ്പുണ്ട്, അവിടുന്ന് പറിച്ചതാണ്. ഫോൺസിയാണ്. ഇപ്പൊ മാങ്ങ കൂടാതെ നമുക്ക് തൈകളും സെയിലിനും എല്ലാ വെറൈറ്റിയുടെ ഇവിടെ പ്രസന്റേഷൻ വെച്ചിരിക്കുന്ന സ്പെഷ്യൽ വെറൈറ്റികളുടെ ഒക്കെ തൈകൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഈ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ മാങ്ങകളുടെയും തൈകൾ ഇവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് തൈ ഷോർട്ടേജ് ഉണ്ട്. അതേ ചക്കരക്കുട്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം. ചക്കരക്കുട്ടിയാണ് ഇവിടെ എല്ലാവർക്കും. ചക്കരക്കുട്ടിയുടെ മാങ്ങയും കാണിച്ചു തരാം. ഈ ചക്കരക്കുട്ടിയുടെ മാവ് തൈ ഇവിടെ എടുത്ത് വെക്കാം നമുക്ക്, മാങ്ങയോട് കൂടിയത്. ഇത് ചക്കരക്കുട്ടിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം. ചക്കരക്കുട്ടിയുടെ തൈ മാങ്ങയോടുകൂടി ഉള്ളത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയപ്പോൾ എല്ലാവരും കൊണ്ട്. പക്ഷെ ഇഷ്ടംപോലെ തൈ ഉണ്ട്, മാങ്ങ പിടിച്ച തൈകൾ തന്നെ അവിടെ ഉള്ളത്. ഇത് നല്ല ഡിമാൻഡാണല്ലേ? ഇത് ഈ ഒരുപാട് വലുതാവത്തില്ല, മുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാ. കൊലകൊലയായിട്ട് ഇഷ്ടം പോലെ മാങ്ങ പിടിക്കും. കരട്ടി മാങ്ങയുടെ വേറൊരു വെർഷനാണ്. പണ്ടത്തെ നാട്ടി കരട്ടി എന്ന് പറയുന്നത് അതിന്റെ വേറൊരു വെർഷനായിട്ട്. പക്ഷെ ഇത് മധുരമുണ്ട്, നല്ല മധുരമാണ്. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. പിന്നെ കുറ്റിയാട്ടൂറ്, കോട്ടൂർകോണം പറയണ്ടല്ലേ, ട്രിവാൻഡ്രത്തിന്റെ മാങ്ങയാണ്. അത് നല്ല, അതായത് നാരില്ല, നല്ല മധുരമാണ്. ചിലതിന് അങ്ങനെ പറയില്ലല്ലോ നാരില്ല എന്നുള്ളത്. നാരില്ലാതെ ഇതിനകത്തും ഉണ്ട് 2 വെറൈറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെങ്കവരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഇവിടെ നമ്മൾ അവിടെ നിപ്പുണ്ട് ആ മാവ്. അതിനകത്തുനിന്ന് ഈ വർഷം ആദ്യം ഒരു കുറച്ച് മാങ്ങ നമ്മൾ പറിച്ചു, രണ്ടാമത് പിടിച്ചതുണ്ട് അത്. അപ്പൊ അത് ചെറിയൊരു വ്യത്യാസമുള്ളതുണ്ട് ഇതിനകത്ത്. ചെങ്കവരിക്കയും കോട്ടൂർകോണമായിട്ട് വ്യത്യാസം അത് ചിലർ പറയുന്നുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അത് ആ സ്ഥലത്തുള്ളവർ പറയും. കാരണം ഇത് ഉണ്ട്, ഇവിടെ തന്നെ 2 വെറൈറ്റി കാണുന്നുണ്ട്. കൂടുതലില്ല. നമ്മുടെ മൂവാണ്ടിന്റെ കണക്കൊരു ചെറിയ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ചിലതിന് ഭയങ്കരമായ ചുമപ്പ് നിറം വന്നിട്ട് നല്ല മാങ്ങയാണ്. ഞാൻ പറയുന്ന കോട്ടൂർകോണം ബെസ്റ്റ് മാങ്ങയാണ്, നല്ല ഫ്ലേവറുമാണ്. പിന്നെ ആപ്പിൾ റൊമാനിയ, പിന്നെ എല്ലാവരുടെയും ഇഷ്ടമുള്ള മൽഗോവ. പിന്നെ പുതിയ വെറൈറ്റി അടുക്കും ചിങ്കിരി, ബാരി 11, ഇതെല്ലാം ഇപ്പൊ ഇവിടുന്ന് തന്നെ പറിച്ചതാ. ബാരി 11 അത് ഓരോ പേരും ഓരോ മാങ്ങയ്ക്ക് ഓരോ ഫ്ലേവർ ഉണ്ട്. അതായത് ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയിൽ അറിയപ്പെടുന്ന മാങ്ങകളും ഉണ്ട്. ഇവിടെ ഓരോ വീടുകളിൽ നിന്ന് ഇവിടെ വന്ന ഒരു ഗസ്റ്റ് 2-3 ഗസ്റ്റുകൾ ഇവിടെ മാങ്ങ കൊണ്ടുവച്ചിട്ട് പോയി. അവരുടെ വീട്ടിലെ മാങ്ങയാണെന്നും പറഞ്ഞു. ഇവിടുത്തെ ലേബർ കമ്മീഷണറുടെ ഒരു മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഇവിടെ സ്ഥിരം മാംഗോ ഫെസ്റ്റിന് വരുന്നേ. അപ്പൊ ഈ 2 ദിവസം മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഒരു പൊതിയും കൊണ്ട് വന്നിട്ട് എനിക്ക് ഓഫീസിൽ വന്നിട്ട്, അത് സത്യം പറയാമല്ലോ, സത്യമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് ഒത്തിരി ഫീല് വന്നു. സാറ് തന്നെ അത് പൂളി. അപ്പൊ ഞാൻ പൂളാൻ എടുത്തപ്പോൾ സാറ് പറഞ്ഞില്ല, ഞാൻ പൂളിത്തരാം, എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ തൊലി ഒത്തിരി ചെത്തി കളയരുത്. മീൻസ് ഭയങ്കര തൊലി പുറത്താണ് അതിന്റെ ഫ്ലേവർ. അത് കറക്റ്റായി എനിക്ക് ആ അനുഭവം അന്നേരമായിരിക്കും. ഞാൻ നല്ലോണം കട്ടിക്ക് ചെത്തി കളയും. അപ്പൊ സാറ് തന്നെ അത് ചെത്തി എനിക്ക് തന്നിട്ട് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് കഴിപ്പിച്ചു. 2 മാങ്ങ പഴുത്തത് കൊണ്ടുവന്നു. പഴുത്തത് കൊണ്ടുവന്നു. സാറിന്റെ വീട്ടിലുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് പേരിടൂന്ന് പറഞ്ഞു. അതിന് സാറ് പോങ്ങനാട് മാങ്ങാന്നിട്ട് സാറ് തന്നെ അവരുടെ വീട്ടുപേരാണ്. സാറിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ, വിനോദ് കുമാർ സാറ്. അതൊക്കെ ഒരു ഫീലാണ് നമുക്ക്. പിന്നെ ഒരു മാഡത്തിന്റെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ധൃതിക്ക് ഇറങ്ങി പോയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇവിടെ കൊടുത്തിട്ട് അങ്ങ് പോയി. ഇവിടെ വന്നതാ, മാംഗോ ഫെസ്റ്റ് കാണാൻ വന്നതാ. വന്ന് മാങ്ങയൊക്കെ വാങ്ങി. എന്നിട്ട് മാഡം ഒരു മാങ്ങ കൊണ്ടുവന്ന് തന്നു. അതും ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനും പേരിട്ടിട്ടില്ല. നാട്ടുമാങ്ങയാണത്. ചേറും മാടും കൂടെ വന്നിട്ട് ഇവിടെ പൊതിഞ്ഞു കൊണ്ടുവച്ചു. അന്നേരം വെച്ച് തിരക്കാനുണ്ട് ഞാൻ കണ്ടില്ല. അവര് പോവാൻ നേരത്താണ് ഞാൻ കണ്ടത്. ഞാൻ ചെന്ന് പേര് ചോദിക്കാൻ മറന്നുപോയി. അങ്ങനെ കൊണ്ടുവന്നതാ, അവരുടെ വീട്ടിലുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്നതാ. അങ്ങനെ ഈ മാംഗോ ഫെസ്റ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇത്രയും വർഷമായി, ഇപ്പൊ 5ാമത്തെ വർഷമാണ് ഇവിടെ വെച്ച് തന്നെയാണോ എല്ലാ വർഷവും ഫെസ്റ്റ്? പാലക്കാട് വെച്ചിട്ട് നടക്കും. പാലക്കാട് മാവന്തോട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ള മാങ്ങ പറിക്കാനൊക്കെ നമ്മള് സമ്മതിക്കും. അങ്ങനെ 2-3 വർഷം അങ്ങനെ നടത്തി. പക്ഷെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ചെയ്യുമ്പം ഉള്ള മീൻസ് നമ്മളൊരാൾ വേറെ ആരുമല്ല. നമ്മുടെ തോട്ടത്തിലെ മാങ്ങ നമ്മള് തന്നെ എല്ലാം ചെയ്യുമ്പോ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ആക്കിയത്. സൗകര്യമായിട്ടുള്ളത്. അത് അവരുടെ ഇത് ഇടയിൽ മാങ്ങോ. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് അയച്ചു തന്നുണ്ട്. അത് കേളി മാങ്കോ, കേളി ഇതിക്കൊണ്ട് കേളി മാങ്കോ. പിന്നെ ബാരി 11 ഉണ്ട്. അതിൽ H51 ഉണ്ട്. 56 ഇവിടെ ഉണ്ട്. 51 പുള്ളിക്കാരി അയച്ചു തന്നതാണ്. അതാണ്ട് കേളി. ഇതാ കേളി.
ഓക്കെ ഓക്കെ. ഇത് നമുക്ക് സെയിലിന് ഉള്ളതാണോ അല്ലേ? ഇല്ല, ഇതെല്ലാം നമ്മൾ പ്രദർശനത്തിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് തയ്യൽ നമുക്ക് കൊടുക്കാനുണ്ടോ? തയ്യൽ കൊടുക്കാനുണ്ട്. അതായത് ഈ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും ഉണ്ട്. ഇവിടെ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന എല്ലാം ഒരുവിധം നമ്മൾ ഈ സെയിലിന് വെച്ചിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ബനാന മാങ്കോ, R2E2, പിന്നെ എല്ലാത്തിന്റെ ഒരുവിധം എല്ലാത്തിന്റെ 90% തയ്യലുണ്ട്. അതിപ്പോ വലിയ ചെടികളായിരുന്നാലും ചെറിയ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാല് ഇത് പിന്നെ പേരിട്ടിട്ടില്ല ഇതിനെ. ഇതൊരു നാട്ടുമാവാ. ഇത് കണ്ടിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്ത് പേര് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ തയ്യ് കൊണ്ടുവന്നിട്ട് പേര് ഇതായി പോയതാ. അപ്പൊ ഇത് കായ്ച്ചപ്പോ ഞാൻ എടുത്തു വെച്ചതാ. ഇത് നമ്മുടെ നാട്ടുമാങ്ങ പോലെ ഇരിക്കുന്നു, പക്ഷെ പഴുത്തിട്ടില്ല. പഴുക്കുമ്പോ കഴിച്ചിട്ടില്ലേ അറിയാൻ പറ്റുള്ളൂ. ഇല്ല, ഇതുപോലെ തന്നെ എല്ലാ തൈകളും ഇങ്ങനെ തന്നെ ഉള്ള തൈകളാണ് ഇവിടെ ഉള്ളത്. ഇത് എല്ലാവർക്കും അറിയാം, സേലം മാങ്ങ എന്ന് പറയും. ഇത് ഒരുപാട് വലിപ്പം വെക്കും. വലിയ മാങ്ങ 1 കിലോ വരെ വരും ഈ മാങ്ങ. ഈ മാങ്ങയാണ് തോട്ടത്തിൽ ഒരുപാടുണ്ട്. പിന്നെ ഇത് ഈ ജ്യൂസിനും പൾപ്പിനും ഉപയോഗിക്കാൻ നല്ലതാണ്, അച്ചാറിനും നല്ലതായത്. ഫ്രൂട്ടിക്കൊക്കെ ഈ മാങ്ങ എടുക്കുന്നത്. പൾപ്പ് കൂടുതലാണ്. പൾപ്പ് കൂടുതലാണ്. പിന്നെ ഇത് നടശാല എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ വെറൈറ്റി ആയത് നടശാല. നടിച്ചോല എന്നും പറയും. നടിച്ചോല ഇത് ലോക്കൽ വെറൈറ്റി പാലക്കാട്. ഇത് നല്ല മധുരമാണ്, പക്ഷെ ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്. പഴുത്താ വേഗം നല്ല ഫ്ലേവറാണ്. പഴുത്താ വേഗം അങ്ങ് പോകും. ഇത് നമ്മുടെ കണ്ണൂരിന്റെ മാങ്ങയാണ്. കണ്ടംബെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആ അവിടെ. കണ്ടംബെയ്ത്ത് മാങ്ങ. കണ്ടംബെയ്ത്ത് കണ്ണൂരിലെ കുറ്റിയാട്ടൂരിന്റെ കൂടെ ഉള്ളതായിരുന്നു. കുറ്റിയാട്ടൂർ പോലെ തന്നെ. പിന്നെ മൂവാണ്ടൻ വെള്ള മൂവാണ്ടൻ നമ്മുടെ പഴുത്തതെല്ലാം കഴിഞ്ഞു. ഇത് പഴുക്കുമ്പോൾ ഈ കളറാണോ? അല്ലല്ല, മഞ്ഞ കളറാണ്. പഴുത്ത മാങ്ങ എന്റേതാണ്. ഈ വെള്ള മൂവാണ്ടൻ എന്ന് പറയാൻ കാര്യം എന്താണ്? വെള്ള മൂവാണ്ടനും കറുത്ത മൂവാണ്ടനും ഉണ്ട്. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കറുത്ത മൂവാണ്ടൻ വേറെയാണ്. വെള്ള മൂവാണ്ടനാണ് പഴുപ്പിക്കാൻ നല്ലത്. കറുത്ത മൂവാണ്ടൻ കറിക്കാണ്, കറി വെക്കാനാണ്. അതിവിടെ ഇരിപ്പുണ്ട്. നമുക്ക് കാണാമല്ലോ. അത് കാണാം. ഇതാണ് കറുത്ത മൂവാണ്ടൻ. ഇത് ഇച്ചിരി വലിപ്പമുണ്ട്, മാങ്ങി വലിപ്പമുണ്ട്. പക്ഷെ ഇത് കറിക്കാണ് നല്ലത്. ഇത് എന്താ പറയുന്നത്, പണ്ടുള്ളൊരു പറയും ഇത് ഈ മീൻകറി മാങ്ങ. ഞങ്ങളൊക്കെ ഇത് മാങ്ങ ഇട്ടാല് കട്ടിയായിട്ടിരിക്കത്തില്ല, കലങ്ങിപ്പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കറിക്കുള്ള മാങ്ങ. പഴുത്താൽ അത്ര മധുരയില്ല. ഇനി വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് പ്രിയൂര് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫേമസ് മാങ്ങയാണ് പ്രിയൂര്. നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങയാണ്. പിന്നെ ഇത് പഞ്ചവർണം. ഇത് നല്ല മധുരമാണ്, നല്ല മാങ്ങയാണ്. പഞ്ചവർണം അത് നല്ല കളറായിരിക്കും. വെയിലടിക്കുമ്പോ ഭയങ്കര കളർ വരും ഇതിന്. നല്ല മാങ്ങയാണ്. ഇത് ഫേമസ് കുറ്റിയാട്ടൂർ കണ്ണൂരിന്റെ മാങ്ങ. ഇത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഈ സോഴ്സ് ചെയ്യുന്ന ആകെ ഈ കുറ്റിയാട്ടൂർ മാങ്ങയാണ് നമ്മള്. അത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ് നമുക്ക് തരുന്നത്. കണ്ടംബെയ്ത്തും കുറ്റിയാട്ടൂറും. ഇതാണ് നമ്മുടെ ഇത് ഫേമസ് ഹിമപസന്ത്. ഇത് പൂളിയാലും ക്രീം കളറായിരിക്കും, ബട്ടറിന്റെ കളറായത്. ഇത് ഭയങ്കര മധുരമാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്, നല്ല ഫ്ലേവറാണ് ഹിമപസന്ത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഈ മാങ്ങയാണ്. ഹിമപസന്ത് ഏറ്റവും ഇഷ്ടമുള്ളത്, ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇതാണ്. ഇത് നമ്മുടെ ഇവിടെ നന്നായിട്ട് പിടിക്കും. എല്ലാ ക്ലൈമറ്റിലും പിടിക്കും. പിന്നെ ഇതാണ് അൽഫോൺസോ ഇതുപോലെയാണ്. ഒട്ടും നാരില്ല, നല്ലോണം പഴുക്കണം. പഴുത്തില്ലെങ്കിൽ ഒരു ചെറിയ പുളിച്ചവ വരും. അൽഫോൺസയെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ഇതാണ് മല്ലിക. നമ്മുടെ മല്ലിക മാങ്ങ. മല്ലിക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മല്ലിക കണ്ട് ഇങ്ങനെ ഒരു ചില മാങ്ങയ്ക്ക് അങ്ങനെയില്ല, ഒരു ചുണ്ട് വരും. നല്ല വലിപ്പമുള്ള മാങ്ങയാണ്, വലിപ്പമുള്ള മാങ്ങ. പിന്നെ ഇതാണ് നമ്മുടെ താരമായിട്ടുള്ള കോട്ടൂർക്കോണം. പിന്നെ ഇതാണ്, ഇതെല്ലാവർക്കും അറിയാം, ബംഗനപ്പള്ളി. ഒട്ടും നാരില്ല, നല്ല മധുരമാണ്. ഹിമപസന്തിന്റെ പോലെ അല്ല, ഇതിനൊരു വേറൊരു ഫ്ലേവറാ, അതായത് ലൈറ്റ് ഫ്ലേവർ. അതാണ്, ഒട്ടും നാരില്ല, നല്ല മാങ്ങയാണ്.
ഇനി ഇതാണ് നമ്മുടെ സിന്ദൂരം. ഇത് സിന്ദൂരം എന്ന് പറയേണ്ട കാര്യമില്ല, ഇത് സിന്ദൂരം കണ്ട. അതെ, കളർ കാണുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. ഈ മാങ്ങയുടെ വിളയുമ്പോ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. എവിടെങ്കിലും ഒരു സിന്ദൂര ഇത് കാണും, സിന്ദൂരത്തിന്റെ കളർ ഉണ്ടാവും. പച്ചയ്ക്ക് കണ്ടോ, പച്ച ഇങ്ങനെ ഇരിക്കും, പച്ച ഇങ്ങനെയായിരിക്കും, പക്ഷെ പഴുത്തത് ഇങ്ങനെയാവും. നല്ല ഭയങ്കര ഭംഗി. ഇത് ജ്യൂസിന് പനാക്കൊട്ട ജ്യൂസ് അതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഇത് വെച്ചിട്ടാ. അത് ഭയങ്കര കളറായിരിക്കും പൾപ്പിന്. പിന്നെ ഇത് നമ്മുടെ ഫേമസ് കാലാപ്പാടി. ഇത് പഴുത്തിട്ടില്ല, പഴുക്കുമ്പം മഞ്ഞ നിറമാവും കേട്ടോ. ഒരുവിധം മഞ്ഞ, അതായത് ഇതേപോലെ മഞ്ഞയാവും, എന്നിട്ടേ പൂളാവുള്ളൂ. നല്ല മാങ്ങയാവും. ഷെൽഫ് ലൈഫ് ഏറ്റവും കൂടുതലുള്ള മാങ്ങയാണ് കാലാപ്പാടി. മാങ്ങ കുറച്ച് ചെറുതായിരിക്കുമെങ്കിലും നിറയെ പിടിക്കും. നമുക്ക് തീരെ സ്ഥലമില്ലാത്തവർക്ക് വെക്കാൻ പറ്റും. ഇത് ഇവിടെ കവറിൽ കാഴ്ച തൈകളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഇത് മൽഗോവ മാമ്പഴത്തിനെ കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. മൽഗോവ മാമ്പഴം അത് വലിപ്പമുണ്ട്. 3 വെറൈറ്റി ഉണ്ടായിരുന്നു നമുക്ക്. ദാണ്ടെ ഇതൊരു വെറൈറ്റിയാണ് മൽഗോവയുടെ, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇവിടുത്തെ കൊല്ലത്തെ ഇവിടുത്തെ ഫാമിലെ മാങ്ങയാണ് ഇത്. ഈ മൽഗോവ ഇവിടുത്തെ. ഇത് പാലക്കാടത്തെ ഫാമിലെയാണ്. ഇത് ഈ വലുത്, ഈ വലുത് വരുന്നത് ഇത് ഇവിടുത്തെ മാങ്ങ. ഇത് മൽഗോവ എന്തുകൊണ്ടാണ് സൈസ് മാറുന്നത്? അല്ല, അത് ഓരോ മണ്ണിന്റെയും വ്യത്യാസമുണ്ട്, പിന്നെ ഒരു ശകലം വ്യത്യാസങ്ങളൊക്കെ വരും. ഇത് ഇവിടുത്തെയാണ്. ഫ്ലേവറിലൊന്നും വ്യത്യാസം വരത്തില്ല. മാങ്ങ പിക്കിള്, കണ്ണിമാങ്ങ, മാങ്ങ കൂടാതെ മാങ്ങയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. അതായത് മാങ്കോട ജാമുണ്ട്, മാങ്കോട ജാമ്, പിന്നെ മാങ്കോട ഹൽവ, പിന്നെ മാങ്കോത്തര, പിന്നെ മാങ്കോ ജ്യൂസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് മാങ്കോ ജ്യൂസ്. പിന്നെ അത് കൂടാണ്ട് നമ്മള് ഈ നട്ട്മഗ് വെച്ചിട്ട്, നമ്മുടെ ഫാമിലുള്ള സാധനം നട്ട്മഗിന്റെ ഒരു ക്യാൻഡി ചെയ്ത്, അതായത് അതിന്റെ പുറന്തോട് കൊണ്ടുള്ള ഒരു ക്യാൻഡി ചെയ്ത്, നമ്മുടെ ജാതിയുടെ അതിന്റെ എന്നിട്ട് സ്ക്വാഷ് അതിന്റെ സ്ക്വാഷ് നമ്മുടെ ഫാമിന്റെ പ്രോഡക്റ്റ് തന്നെ ഇത് മൊത്തം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ മാങ്ങ ഇഞ്ചി ആർക്കും ഒരു ഉപയോഗം ഇല്ലാന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു സാധനം മാങ്ങ ഇഞ്ചി. അത് എവിടെ ഇറങ്ങിയിട്ടാലും അങ്ങ് ഒത്തിരി ഉണ്ടാവും. അപ്പൊ നമ്മളവിടെ ഒരു സ്ഥലത്ത് ഒരുപാട് പിടിച്ചതാ. അപ്പൊ നമ്മളത് അച്ചാറ്, വെള്ള അച്ചാറും അതിന്റെ സ്ക്വാഷും. പിന്നുള്ളത് ഈ നമ്മുടെ തന്നെ ഫാമിലെ പ്രോഡക്റ്റുകളാണ്. മക്കോട്ട ദേവ ഉണങ്ങിയത്, ഉണങ്ങിയത്, പിന്നെ കൊടംപുളി, പിന്നെ ചക്ക വരട്ടിയത്, പിന്നെ കൊടംപുളി ഉള്ളത്, പിന്നെ സാദാ പുളി, പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണ. നമ്മുടെ വെളിച്ചെണ്ണ വെർജിൻ ഓയില്. ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ നല്ല ആൾക്കാരാണ്. ഒരുപാട് ഡിമാൻഡ് വരുന്നില്ലേ? ആണ്. അല്ല, സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ കഴിക്കണം ഇത്. ഉരുക്ക് വെളിച്ചെണ്ണ കഴിക്കണം. കുട്ടികൾക്ക് നമ്മള് പണ്ട് കുട്ടികൾക്ക് ദേഹത്ത് തേക്കുന്നതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഉള്ളിൽ കഴിക്കണം ഇത്. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആയപ്പോഴത്തേക്കും അതെ മാറിയില്ലേ? ഇവിടെ ചീര എല്ലാം ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാ. ഫ്രഷ് ചീര, മുട്ട, നമ്മുടെ തന്നെ അവിടുത്തെ താറാമുട്ട, കോഴിമുട്ട, പാല്, നെയ്യ് എല്ലാം ഉണ്ട്. ഇത് ചീര, പിന്നെ മുട്ട, താറാമുട്ട, കോഴിമുട്ട ഇപ്പൊ കൊണ്ടുവരേ ഉള്ളൂ. ഇത് താറാമുട്ടയാണ്. പിന്നെ നെയ്യുണ്ട്. അവിടുത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ വരും. ഇതിപ്പോ നമ്മള് കുറച്ചുകൂടെ വലിപ്പം കാണും ചിലതിന്. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ഇന്നലെ പറിച്ചു കൊണ്ടുവന്നതാ. ഇവിടെ രാവിലെ ആയപ്പോഴത്തേന് വണ്ടി എത്തിയതാ. മധുര പഴുക്കണം. തൊലി കട്ടി കൂടുതലുണ്ട്, പക്ഷെ ഇത് പഴുക്കണം. നല്ലപോലെ പഴുത്തിട്ടേ പുളാവുള്ളൂ. അന്നേരം മധുരവാ. ഈ പരുവത്തിൽ പുളിയാണ്. മാഡം, നമ്മളിപ്പോ ഈ കണ്ട മാങ്ങ അല്ലാതെ ബാക്കി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ വരാതെ? വേണമെങ്കിൽ വിളിച്ചാല് റഷ് ചെയ്യരുത്. നമുക്ക് ഓരോ ബാച്ചായിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മാങ്കോ ഫെസ്റ്റിന് വേണ്ടി ചെയ്തതാണ്. ഇനി അത് കഴിയുമ്പോ ഇതിപ്പം ഇവിടെ ഇപ്പൊ തീർന്നു പോവാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു എക്സിബിഷൻ വരുന്നുണ്ടേ. അപ്പൊ അന്നേരം കൃഷി വകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേരം അവർക്ക് കൊടുക്കണം. മാഡം കൊല്ലത്ത് വെച്ചിട്ടാണ്. അതിന് ഡേറ്റ് വരുന്ന മാസം ഫസ്റ്റ് വീക്കാണ്. ഓക്കെ. നമ്മൾ പ്രതിഭ ഇനത്തിലുള്ള മഞ്ഞളാണ് കൃഷി ചെയ്യുന്നത്. പ്രതിഭ പ്രതിഭ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ളതാണ്. 6 മാസത്തെ വിളവേ ഉള്ളൂ.
6 മാസം കൊണ്ട് 6 മാസത്തിനകത്ത്. അതായത് ഞങ്ങൾ അവിടെ ജൂൺ 1-ാം തീയതി നടുന്നത്, ഡിസംബറിൽ നമുക്ക് പറിക്കാം, വിളവെടുക്കാം. മറ്റു മഞ്ഞളാണെങ്കിൽ നമുക്ക് ഒരു വർഷം അല്ല, ഡിപ്പെൻഡ് അപ്പോൺ അങ്ങനെ ഓരോ വെറൈറ്റിയുടെ ഉണ്ട്. ഇത് പ്രതിഭയാണ്, ഞങ്ങൾ വേറെ കൂട്ടിക്കലർത്തത്തില്ല, പ്രതിഭ തന്നെ ചെയ്യുന്നത്. പ്യൂർ അത് മാത്രം. ഞങ്ങൾക്ക് ഏകദേശം 5 ടണ്ണോളം മഞ്ഞൾ വരും അവിടെ. 5 ടണ്ണ് കിട്ടാറ്. ഞങ്ങൾ വിത്തിന് കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തെ മൊത്തം നമ്മളുടെ ആവശ്യക്കാര് വിത്തിന് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഇപ്പൊ വെച്ചിട്ടില്ലല്ലോ. വിത്ത് ഇപ്പൊ കഴിഞ്ഞു, എല്ലാം നട്ടു തീർന്നു. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഒരു എക്സിബിഷൻ കൊല്ലത്തുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ അവിടെ വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന വിത്ത് മൊത്തം സെയിലായി. ഇവിടെ നമ്മുടെ മാംഗോ ഫെസ്റ്റ് കഴിഞ്ഞാലും നമ്മുടെ ഈ നഴ്സറി ഇവിടെ 5 വർഷമായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രോഡക്റ്റും എല്ലാം ഇവിടെ 5 വർഷമായിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും തീരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്തിരുന്നാൽ നമ്മൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തൈകൾ ഇപ്പം അഥവാ കിട്ടിയില്ലെങ്കിൽ അവരുടെ പേര് ഇവിടെ എഴുതി രജിസ്റ്റർ ചെയ്തിരുന്നാൽ നമ്മൾ അവർക്കത് എത്തിക്കും. കഴിഞ്ഞ വർഷം ചക്കരക്കുട്ടി നമുക്ക് ഒത്തിരി ഷോർട്ടേജ് വന്നു. അപ്പൊ ഈ പ്രാവശ്യം ചക്കരക്കുട്ടി ഉണ്ട്, അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവരുടെ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും. മാഡം, നമ്മുടെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാമോ? ഇത് നീണ്ടകരയാണ് വരുന്നത്, കൊല്ലം ജില്ലയിൽ നീണ്ടകര, ദളവാപുരം, ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിംഗ്. സാർ, എങ്ങനെയുണ്ട് നമ്മുടെ ഫെസ്റ്റ്? ഫെസ്റ്റിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. അപ്പൊ ഇത് നാളെ തീരുവാണ്. അതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോലും പോകാതെ ഇതൊന്ന് സന്ദർശിക്കാൻ വേണ്ടി കുടുംബസമേതം വന്നതാണ് എന്നാണ്. ഇത്രയധികം മാങ്ങാശേഖരം ഞാൻ വിവിധങ്ങളായ ഐറ്റംസ് ഞാനിതുവരെ പറയാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറെ താല്പര്യം, കുറെ 5-6 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. സഞ്ചി നിറയെ വാങ്ങി പിടിച്ചിരിക്കുക. നമ്മൾ കണ്ടിട്ട് കൂടിയില്ല, അത് കുറച്ച് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ പലവിന്റെ ഷേപ്പ് കണ്ടിട്ട് തന്നെ മാങ്ങ ആണെന്നുള്ള അല്പം തോന്നി പോകുന്നു. അതെ, ചക്കയുടെ വലുപ്പമുള്ള ആനയുടെ മുഖമുള്ള മാങ്ങ. അതെ, ഓസ്ട്രേലിയൻ മാങ്ങ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി ഐറ്റംസ് ആണ് കണ്ടിട്ടിരിക്കുന്നത്. തൈ സെക്ഷൻ നോക്കിയായിരുന്നു? തൈകളുടെ സെക്ഷൻ ഇല്ല, അങ്ങോട്ട് പോവാണ്. സാർ, പേര് ചോദിക്കാൻ വിട്ടു. സ്ഥലം? ഞാൻ ശശിധരൻ പിള്ള, കരുനാഗപ്പള്ളിയാണ്. സാർ, പേര്? വാസുദേവൻ പിള്ള. ആനക്കൊട്ടൂരാണ് വീട്. മാരാരിത്തോട്ടം താമസിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ അറിഞ്ഞു? ഫസ്റ്റ് പത്രത്തില് കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അപ്പൊ കണ്ടപ്പോ വിവിധ തരത്തിലുള്ള മാങ്ങയുണ്ട് എന്നറിഞ്ഞത് ഒന്ന് കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്ത്, പരിമിതമായ സ്ഥലത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ കഴിയുമോ, ഏതൊക്കെ വെറൈറ്റി ഉണ്ട്, അപ്പൊ ഓരോന്നിന്റെയും ടേസ്റ്റ് ആസ്വദിക്കുക, മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അതെ, അന്ന് കുറച്ച് ഐറ്റം പർച്ചേസ് ചെയ്തു. നമുക്ക് പുറത്ത് കിട്ടാത്ത, മാർക്കറ്റിൽ കിട്ടാത്ത, ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുക എന്നുള്ളതല്ല പ്രശ്നം, വിഷരഹിതമായി കിട്ടുക എന്നുള്ളതാണ്. അതെ, അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ്. അപ്പോ വിഷം ചേർത്ത് കിട്ടി കഴിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വിഷം ഇല്ലാത്തത് പർച്ചേസ് ചെയ്യുക. 2, നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുക. വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന ഉദ്ദേശത്തിൽ. അപ്പോൾ തൈകൾ മനസ്സിലാക്കുക, ഓരോന്നും ഏതൊക്കെ വെറൈറ്റികളാണ്, അതിന്റെ വളർച്ചാ രീതി എങ്ങനെയാണ്, അത് പൂവിടൽ എങ്ങനെയാണ്, ഫലമെടുക്കൽ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. ആദ്യമായിട്ടാണ്. വളരെ സന്തോഷം ഇത് കാണാൻ കഴിഞ്ഞതിൽ. ഈ ഒരുക്കൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് വിവിധ വെറൈറ്റി, നമ്മുടെ നാടൻ പ്രദേശത്തുള്ള വെറൈറ്റിയേക്കാൾ പുതിയ ഒരുപാട് വെറൈറ്റികൾ. നമുക്ക് മാങ്ങയാണോ അത് എന്നറിയാൻ. അതെ, പിന്നെ ഇവര് വേറെ സൗകര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ തൈ, മാങ്ങ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് തൈ വാങ്ങാം. അങ്ങനെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ തൈകളുടെ കളക്ഷൻ. ഇതാണ്. അപ്പൊ ഇവിടെ ഈ ആൾക്കാർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ കായ്ച്ച തൈകളാണ് കൂടുതൽ ആവശ്യം വരുന്നത്. അവർക്ക് ഈ ഉറപ്പ് വേണം, അത് പിടിക്കുവോ, അങ്ങനെ ആദ്യം കുറ്റമല്ലത്. അപ്പൊ അന്നേരം അത് ഒരു ജെനുവിനായിട്ട് നമുക്ക് കവറിൽ വെക്കുന്നവരാ. ഇപ്പൊ എല്ലാവരും ടെറസിലും ചട്ടിയിലും ഒക്കെ ഡ്രമ്മിലൊക്കെ വെക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല റിസൾട്ടാണ് ഇങ്ങനെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ളത്. അതെ, ഇവിടെ നിൽക്കുന്ന അങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ട്രെയിൻഡ് ആണ്, അത് കറക്റ്റ് കട്ട് ചെയ്തിട്ട്. അപ്പൊ അതുപോലെ അത് കോട്ടർക്കോണമാണ്, അതായത് നാംതോഫുമായാണ്. ഇത് ഒരു സാറ് വാങ്ങിയതാ, കണ്ടോ, പുള്ളിയുടെ പേര് എഴുതി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാ. അങ്ങനെ ഇന്ന് ഇപ്പൊ കണ്ടില്ലേ അവര് കൊടുത്തു വിട്ടത്. അതാ. അതുപോലെ ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് തൈകള് കണ്ടിഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തിട്ട് പോയാൽ മതി, കൊറിയർ ചെയ്യാനല്ലേ? കൊറിയർ അല്ല, ഇത് ദൂരത്തോട്ടുള്ളവർക്ക് നമ്മൾ പെറ്റ് സർവീസിൽ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്ക് അത് അയക്കാൻ പറ്റുന്നില്ല. കാരണം ഈ തിരക്കൂട് കൊണ്ടാണ്. ഈ സെക്ഷനെല്ലാം ഇത് കവറിട്ട് നിർത്തിക്കുന്ന എല്ലാ മാങ്കോസ് ആണ്. ഇത് നീലം വരെ ഇവിടെ നമ്മൾ കായ്ച്ചു തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കവർ അത് നീലമാണ്. ഇത് കുളമ്പ്,
ഇതെല്ലാം കുളമ്പാണ്. ഇത് നമ്മൾ കവറിട്ട് നിർത്താനുള്ള കാര്യമുണ്ടോ? അത് കവറിട്ടത് ഇത് കണ്ടോ, കവർ ഇല്ലാത്തതും കവറുള്ളതായിട്ട് വ്യത്യാസം കണ്ടോ? അതാ നല്ല പെർഫെക്റ്റ് മാങ്ങ കണ്ടോ. അതായത് ഈച്ച ഒന്നും കൊത്തത്തില്ല. നമ്മളെ ഒരു മാങ്ങ ആയി കഴിഞ്ഞാൽ, ഒരു ചെറിയ മാങ്ങ ആയി കഴിഞ്ഞാൽ അങ്ങ് കവർ ഇട്ടേക്കുക. കണ്ടോ, ഓൺലൈനിൽ കിട്ടും കവർ. ഇതാണ്ടോ, കവർ ഇടാനായിട്ട് എത്ര സമയമുള്ളപ്പം കവർ ഇടാം? അത് മാങ്ങ ചെറുതായിരിക്കും, മാങ്ങയുടെ സൈസ് അനുസരിച്ചിട്ട് കവർ കിട്ടും. ഇപ്പൊ കോട്ടൂർ കോണോ അല്ലെങ്കിൽ കുളമ്പ് അങ്ങനത്തെ മാങ്ങയുടെ കവർ ചെറിയ കവർ മതി. ആ സമയത്ത് വലിയ, ഞാൻ അവിടെ കാണിച്ചു തരാം, നമ്മുടെ വലിയ മാങ്ങയ്ക്ക് വലിയ കവർ കിട്ടും. അത് മേടിച്ചിട്ടുണ്ട്. ഹിമ പസന്ത് അങ്ങനത്തെ മാങ്ങയൊക്കെ, ഗോലാക്ക് അങ്ങനത്തെയൊക്കെ വലിയ കവർ ഇട്ടും. പിന്നെ ഇത് മൾട്ടിഗ്രാഫ്റ്റ് എന്ന് പറയാം. അതായത് ഒരു മാവിൽ തന്നെ കണ്ടോ, ഒരു മാവിൽ തന്നെ 6-7 വെറൈറ്റി അതിലെ കായ്ച്ചതാണ്. ഇത് കണ്ടോ, മൾട്ടിഗ്രാഫ്റ്റിൽ കായ്ച്ചതാണ്. ഇതിന്റെ മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. കാറ്റിമോൺ അവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, ചിലതിന് ഇങ്ങനെയുള്ള കവർ ഇട്ടാൽ മതി, അപ്പൊ ഈച്ച ശല്യം ഉണ്ടാവത്തില്ല. ഇത് 8 വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. ഇത് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് കവറില്ല. ഇതൊക്കെ ഇപ്പൊ കറക്റ്റ് ഭാഗമായി ഇതിനകത്ത് കായുള്ളതുണ്ട്, മേളിൽ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഇത്രയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ 5 ഗ്രാഫ്റ്റ് ഒക്കെ ഇത് നമുക്ക് ഈ മൾട്ടിഗ്രാഫ്റ്റ് അവൈലബിൾ. ഇത് ഇത്രയും മൾട്ടിഗ്രാഫ്റ്റ് തൈകൾ. പിന്നെ ഇത്രയും വലിയൊരു ഡ്രമ്മിലൊക്കെ ഇരിക്കുന്നതായിരുന്നാലും നമുക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത്രയും ഒരു തൈ, ഇതാണ് ഈ ഒരു തൈയൊക്കെ കണ്ടോ മൾട്ടിഗ്രാഫ്റ്റിന്റെ. ഇത് 5 വെറൈറ്റി 6 വെറൈറ്റി ആണ്. കോട്ടർ കോണമുണ്ട്. ഇത് ഒരെണ്ണം എടുത്ത് ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു. ഇത് ഈ തൈ വെച്ചാൽ അടുത്ത വർഷം ഉറപ്പായിട്ടും ഇതെല്ലാം കായ്ക്കും. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കൂടെ നോക്കണം. നമ്മൾ എല്ലാരും ഡ്രമ്മ് കൊണ്ടുപോകാനുള്ള ഇത് കാണത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ വേണമെന്നവർക്ക് ഇവിടെ ഡ്രമ്മ് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ധൃതി പിടിപ്പിക്കരുത്, കൊടുക്കുക. അവര് തൈ സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഡ്രമ്മില് സമയം പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, നിങ്ങൾ അവിടെ തന്നെ ചെയ്യുന്നത് നല്ലത്. കാരണം ഈ പൊക്കി വണ്ടിയിൽ കയറ്റുന്നതും അവിടെ ഇറക്കുന്നതും എല്ലാം ലേബർ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഞാൻ പറയും, ഇതുപോലെ കൊണ്ടുപോയിട്ട് നിങ്ങൾ തന്നെ അവിടെ ചെയ്താൽ മതി. അതിന്റെ അസിസ്റ്റൻസ് വേണമെങ്കിലോ ഇത് പോട്ടി മിക്സ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ നടിയിൽ രീതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മണ്ണ് പ്രിപ്പറേഷൻ ചെയ്ത് പോട്ടി മിക്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചാക്കില് അത് നമ്മള് വണ്ടിയിൽ ഇവിടെ ഇവര് തൈ കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിൽ കൊടുത്തു വിടും. അത് പൊട്ടിച്ചിട്ട് നട്ടാ മതി. ഇതും എല്ലാം അങ്ങനെ തന്നെയാണ്. കോട്ടർക്കോണം വേണ്ട കളറായി വരുന്നുണ്ട്. ചുരുക്കത്തിൽ കായയില്ലാത്ത ഒരു തൈ പോലും ഇവിടെ ഇല്ല. ആപ്പിൾ റൊമാനിയ എല്ലാം ഉണ്ട്. എല്ലാത്തിനകത്തും ഉണ്ടാവും. ഇതെല്ലാം മാങ്ങയുള്ള തൈകളാ. ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ എല്ലാവർക്കും വേണ്ടി തൈയുണ്ട്. ഇവിടെ വരെ തൈയുണ്ട്. ഈ അപ്പുറത്തുണ്ട്. എല്ലാം മാങ്ങയുള്ളത്. നമ്മൾ അവിടെ കണ്ട ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങയും ഇവിടെ കാഴ്ച നിൽപ്പുണ്ട്. ഉണ്ട്. നീല ഇത് ഇന്നലെ ഉണ്ടായിരുന്നു. മല്ലിക കായ്ച്ചതുണ്ടായിരുന്നു. ഇത് നീലവാ കായ്ച്ചത്. ഈ മാവൊക്കെ കണ്ടോ, ഇതിന്റെ കനം കണ്ടോ. അപ്പൊ ഇത് ഒരു ഡ്രമ്മിലോട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ പിന്നീട് ഒന്നും ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇത് നിറയെ കായ്ച്ചോളും കണ്ടോ. അതെ. ഇതുമല്ല ഇത് കണ്ടോ, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഇതിനകത്തൊക്കെ മാങ്ങയുണ്ട്. ഇതിപ്പോ ഈ മാങ്ങയുടെ പെർഫെക്ഷൻ നമ്മൾ ഈ ഇടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഒരു കുത്തൊന്നും കുത്തിയിട്ടില്ല. ഒന്നുമില്ല. അത് മൽഗോവയാ. നമുക്ക് ഇവിടെ തൈ ഓരോ വെറൈറ്റി വരുമ്പോഴത്തേക്ക് ഓരോ വിലയായിരിക്കും. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ചെടി ഏറ്റവും കുറഞ്ഞ വില ഏതായിരിക്കും? 450 രൂപ മുതലുള്ള തൈകളുണ്ട്. 450 മുതലുള്ള മാവിന്റെ തൈകളുണ്ട്. ഓൾ സീസൺ 450-550 കായുള്ള തൈകൾ ഇവിടെ ഉണ്ട്. പിന്നെ ചക്കരക്കുട്ടിയുടെ കായുള്ള തൈകൾ ഒരു 100ഓളം കായുള്ള തൈകൾ ഉണ്ടായിരുന്നു. ഇന്നലെയും 2-3 ദിവസമായിട്ട് നല്ല തിരക്കുണ്ട്. പക്ഷെ എല്ലാം കായ്ച്ചതാണ്. അപ്പൊ നമ്മള് അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ കൂടാതെ നമുക്ക് ഇവിടെ എല്ലാത്തിനും ഓറഞ്ച് ഉണ്ട്. ഈ സാത്തുക്കുടി ഓറഞ്ച്, ലെമൺ, എല്ലാം നാരങ്ങ വെറൈറ്റി എല്ലാം കായ്ച്ച ചെറുനാരകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സപ്പോട്ട ഉണ്ട്. വലിയ മരങ്ങളുണ്ട്. സപ്പോട്ടയുടെ തന്നെ ഇങ്ങനെ കായുള്ള വലിയ മരങ്ങളുണ്ട്. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ മാങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയും കായ്ച്ചു. പാലക്കാട് ഇതേപോലെ ചട്ടിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട്. വലിയ മരത്തിലും ഉണ്ട്. അപ്പൊ ഇത് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് സെയിലിന് കൊടുക്കാൻ പറ്റും. ഒരു 10-25 മാങ്ങയെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് കോട്ടയപ്പുറം പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം ഇങ്ങനെ കണ്ടോ, ഇത് കവറിൽ വെച്ചേക്കാണ്ടോ. ഈ മാവ് കണ്ടോ, ഇങ്ങനെ നമ്മള് കവറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കായ്ച്ചോളും. പിന്നെ ഡ്രമ്മിലാക്കണമെന്നൊന്നും ഇല്ല. വേണമെങ്കിൽ മാത്രം ആക്കിയാൽ മതി.
ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. ഇന്നലെ ഇതിനകത്തുനിന്ന് അവിടെ വെച്ചിട്ടുണ്ട് മാങ്ങ പറിച്ചുണ്ട്. നല്ല മാങ്ങയാണ്, ചകിരി ഒന്നുമില്ല, നല്ല ഇഷ്ടംപോലെ പിടിക്കും. എല്ലാം പിടിക്കും. തോട്ടാപ്പൂരി വരെ ഇവിടെ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഇത് നോക്കുക, നമ്മുടെ ജംബോറുണ്ട്, ആർട്ടിലിറ്റ്. നമ്മൾ ഇവിടുന്ന് ഇന്നലെ ആ ഞെട്ടിന്ന് ഒന്ന് പറിച്ചത്, മറ്റേത് മേളിന്ന്. പിന്നെ ഇന്നലെ കണ്ട മാങ്ങ തോട്ടാപ്പൂരി വീണയുടെ, അതാ തോട്ടാപ്പൂരി കണ്ട നിൽക്കുന്നത്. സേലം ബംഗുളാരാന്ന് പറയും കണ്ട. ഇന്നലെ നമ്മളത് കവർ അയച്ചതാ. കവറിൽ അത്രയും നിന്നാ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും കണ്ട. തോട്ടാപ്പൂരി. പിന്നെ ഇത് നമ്മൾ അവിടെ ഫോസിയ നമ്മളവിടെ വെച്ചിട്ടില്ലേ, ഇതിനകത്ത് ഇനി അവിടെയും മാങ്ങയുണ്ട് കണ്ട. ഇതെല്ലാം. പിന്നെ ഇത് അടുക്കി ചിങ്കിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മാങ്ങ ഇനി മാങ്ങയുണ്ട്. ഇത് കുളമ്പ്. അപ്പം ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് വരുന്നവർക്ക് വാങ്ങാം. അവർക്കൊരു പേടി വേണ്ട, അത് കഴിക്കത്തില്ലല്ലോ. ഇതിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ട്. അത് കുളമ്പാണ്. അതെ അതെ. ഇവിടെ നമ്മുടെ മാംഗോ ഫെസ്റ്റ് കഴിഞ്ഞാലും നമ്മുടെ ഈ നഴ്സറി ഇവിടെ 5 വർഷമായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രോഡക്റ്റും എല്ലാം ഇവിടെ 5 വർഷമായിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും തീരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്തിരുന്നാൽ നമ്മൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തൈകൾ ഇപ്പൊ അഥവാ കിട്ടിയില്ലെങ്കിൽ അവരുടെ പേര് ഇവിടെ എഴുതി രജിസ്റ്റർ ചെയ്തിരുന്നാൽ നമ്മൾ അവർക്കത് എത്തിക്കും. കഴിഞ്ഞ വർഷം ചക്കരക്കുട്ടി നമുക്ക് ഒത്തിരി ഷോർട്ടേജ് വന്നു. അപ്പൊ ഈ പ്രാവശ്യം ചക്കരക്കുട്ടി ഉണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മള് അവരുടെ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ലൊക്കേഷൻ ഇത് നീണ്ടകരയാണ് വരുന്നത്. കൊല്ലം ജില്ലയിലെ നീണ്ടകര, ഗളവാപുരം, ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിംഗ്.